ഹലോ, കുറേ നാളിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഔട്ട്ഡോറിൽ വന്നിരിക്കുകയാണ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഞാനിപ്പം നിൽക്കുന്നത് പുറത്താണ്, വേറെ എവിടെയല്ല. ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലത്ത് ഇടപ്പഴഞ്ഞി റോഡിൽ, എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ശങ്കർ റോഡിൽ നമുക്കൊരു ന്യൂ സലൂൺ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴും ഞാൻ ഹോം റെമഡീസ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ആരും എന്നെ ഇതുവരെ പുറത്തെവിടെയും കണ്ടിട്ടുണ്ടാവത്തില്ല. പക്ഷേ എൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ എൻ്റെ ഹെയറോ എൻ്റെ കൺട്രോളിൽ ഇല്ലാത്തൊരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരാൾക്കാരാണ് എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് അന്താര മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. ആൻഡ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വഴിയെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാൽ അറിയായിരിക്കും, വളരെയധികം റഫായിട്ടിരിക്കുകയാണ്. എൻ്റെ ജോലിയുടെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ ഇന്നത്തെ ഞാനിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സ്പാ ആണ്. ഹെയർ സ്പാ ചെയ്യുമ്പോഴുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. നല്ല മസാജ് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷനും മാറും, നമുക്ക് നല്ല സ്ട്രെസ് റിലീഫായിട്ട് ഇരിക്കാനും പറ്റും. സോ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഹെയർ സ്പാ ആണ്. സോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ വിധമായിട്ടുള്ള, അതായത് അതെങ്ങനെയുണ്ട്, അതിൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കൂടെ നമ്മുടെ മാഡവും ഉണ്ട്. സോ അവരോട് നമുക്ക് സംസാരിക്കാം. ആഫ്റ്റർ ദാറ്റ് നമുക്കതിന് ശേഷം സംസാരിക്കാം.
ബോട്ടോക്സ് ചെയ്യാനാണ് വന്നത്. ഞാൻ ഹെയർ ഡാമേജ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പാ ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെയുണ്ട്, നമുക്കൊരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് ബോട്ടോക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു. അതെ. എത്രയോ നാളിന് ശേഷമാണ് മുടി ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഞാൻ തോന്നുന്നത്. സോ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആൻഡ് ഇപ്പോഴത്തെ ടെക്സ്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ മെയിനായിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ബോട്ടോക്സ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യാനാണ്. ഓൾറെഡി എൻ്റെ ഹെയർ ട്രീറ്റഡ് ആണെന്ന് നിങ്ങൾക്കും അറിയാം. സോ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞത് എൻ്റെ ഹെയർ ടോട്ടൽ ഡാമേജ് ആയിരുന്നു, നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിരുന്നു. സോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പാ ചെയ്തു. സ്പാ ചെയ്തപ്പോഴാണ് എൻ്റെ ഹെയറിന് എത്രത്തോളം പ്രശ്നമായിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായത്. അതിനുശേഷം നമ്മൾ ഹെയറിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്ത് ഹെയറിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴത്തേക്കാണെങ്കിൽ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹെയറിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ബാഡ് കണ്ടീഷൻ മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും മുടി നല്ലതായിട്ട്, മുടിക്ക് മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുടിക്ക് ഇപ്പോഴാണ് ബാക്ക് ടു ജീവനിലേക്ക് വന്നത്. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞ് നമ്മൾ ബോട്ടോക്സ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ടോട്ടൽ സർവീസ്. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഈ അൻതാരയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. സോ നിങ്ങൾ എന്തായാലും ഡു ചെക്ക് ഔട്ട് ആൻഡ് ബൈ.